ഒരാൾ നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നല്ല ഭംഗിയാക്കി ബോഡിയൊക്കെ വെച്ചിട്ട് അതല്ല അവരുടെ ശരീരത്ത് നല്ല കോസ്റ്റ്യൂംസും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കിയിട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പം അവർക്ക് എന്തോ ഒരു സെൽഫ് ലവ് ഉള്ളതുകൊണ്ടാ അവരത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് സൊസൈറ്റി ശരിയാണ്, പുരുഷന്മാർക്ക് കണ്ണിൽ കാണുന്നതിലൂടെ അവർക്ക് ലൈംഗിക ഉത്തേജനമൊക്കെ ഉണ്ടാവും, ലൈംഗിക ഉണർവൊക്കെ ഉണ്ടാകും. പക്ഷേ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? ആ രീതിയിൽ സെൽഫ് കൺട്രോളോട് കൂടിയിട്ട് കാര്യങ്ങൾ അവരത് ബിഹേവ് ചെയ്യുമ്പോഴാണ് അവരൊരു പുരുഷനാവുന്നത് അല്ലേ? ചിലർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പം വർത്തമാനത്തിലൂടെയോ അല്ലെങ്കിൽ ആംഗ്യങ്ങളിലൂടെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ അത്രയും അട്രാക്റ്റീവായി സെൽഫ് കോൺഫിഡൻസോടെ സെൽഫ് ലവ് ഒക്കെ ഉള്ള ആൾ നടന്നു പോകുമ്പോഴോ ഒക്കെ കമൻ്റ് അടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നോക്കിയൊക്കെ നമ്മളെല്ലാവരും വളരെ മനോഹരമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ പറ്റാത്തയോ ഒക്കെയുള്ള കുറച്ച് വിഷമങ്ങളാണ്, നമ്മളെ ഉള്ളിലെ ട്രോമകളോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സൊന്നും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മളെ ശരീരഘടനയോ എല്ലാവരും ബ്യൂട്ടിഫുള്ളാണ്. എല്ലാവർക്കും അങ്ങനെ ആവാനും പറ്റും. ശരിക്കും നമ്മുടെ ഉള്ളിൽ സെൽഫ് ലവ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് നമ്മൾ എല്ലാവരും യൂണിക്കാണ്. ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ ഘടനയിലൊക്കെ കൊണ്ടുവന്ന് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇടാനും നമുക്കും പറ്റും. പക്ഷേ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഏറ്റവും കംഫർട്ടായ നമ്മുടെ ഉള്ളിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടാനും കോൺഫിഡൻ്റായിട്ട് നടക്കാനും നമുക്ക് പറ്റണം. അല്ലാതെ നമ്മൾ സൊസൈറ്റീനെ ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് തുടങ്ങുമ്പോൾ ശരിക്കും നിങ്ങളൊന്നും അല്ലാണ്ടായി തീരുകയാണ് ചെയ്യുന്നത്. നല്ല കുട്ടീനൊക്കെ പേര് കേൾപ്പിക്കുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ എയിമിലേക്കോ സക്സസ്സിലേക്കോ എത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുകയില്ല. സത്യം പറഞ്ഞേ, നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുപോലെയൊക്കെ പെർഫെക്റ്റായിട്ട് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്നവരല്ലേ? അതുപോലെ തന്നെ എത്ര കുറ്റം പറഞ്ഞാലും ഇങ്ങനെയുള്ളവരെ നോക്കിയിട്ട് ഓ കൊള്ളാലോ എന്ന് പറയാത്തവർ, ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും പറയാത്തവർ ഉണ്ടോ? ഇല്ലല്ലോ. ഓരോരുത്തരും അവരവർ സന്തോഷത്തിന് നടക്കുന്നതല്ലേ, അവരെ സന്തോഷത്തിന് നമ്മൾ വിട്ടുക. അതുപോലെ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ സന്തോഷത്തെ വേറൊരാളെ ഭയന്നോ വേറൊരാൾക്ക് വേണ്ടിയിട്ടോ സമൂഹത്തിനെ പേടിച്ചോ ഒന്നും ഇല്ലാണ്ടാക്കരുത്. നിങ്ങളല്ലാതെ നിങ്ങൾ ജീവിക്കരുത്.